എന്നാ പറഞ്ഞേ, ഒത്തിരി ഹോസ്പിറ്റലിൽ പോയി, ഇന്ന് സൗഖ്യമാവും, യേശു നിന്നെ സൗഖ്യമാക്കാൻ പോവാ. ഞാൻ കാണുന്ന എന്നാന്നറിയോ, നിന്നെ നിത്യരോഗിയായി കിടത്തി കട്ടിലിട്ട് കളയാൻ വേണ്ടിയ പോരാട്ടം. 2 ചുവട് നടന്നു കഴിയുമ്പോൾ നിനക്ക് നടക്കാൻ പറ്റത്തില്ല, കാല് തളരുന്ന പോലെ തോന്നും നിനക്ക്. ഇന്ന് രാവിലെ ആ തളർച്ചതയും മാറ്റാൻ പോവാ. നീ ഇതിനകത്തോട് ഓടി നടക്കും. ദൈവം നിനക്ക് ഇന്ന് രാവിലെ അതിന്റെ കാലുകള് ദൈവം മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കി ഗിരികളിന്മേൽ നടത്തുന്ന ദൈവമാണ്. നിന്റെ രോഗം ഡോക്ടർമാര് കണ്ടുപിടിക്കുന്നില്ല, രോഗം എന്നാന്ന് ഡോക്ടർമാർക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് രാവിലെ യേശു എന്നോട് പറയുക, ആ തളർച്ചയ്ക്കുള്ള കാരണത്തിന്റെ കെട്ട് എന്റെ ദൈവം അഴിച്ചുവിടാൻ പോവാ. സഭയൊന്ന് കൈയടിച്ചു, യേശുവേ പിടിച്ച് ഈ മകള് വിടുവിക്കപ്പെടാൻ പോവാ, ഈ മകള് വിടുവിക്കപ്പെടാൻ പോവാ, ഈ മകള് വിടുവിക്കപ്പെടാൻ പോവാ. ഇവളെ കെട്ടിയ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. നീ തളർന്നു പോകാൻ 2 ചുവടെടുത്ത് വെച്ച് 2 ചുവട് നടക്കുമ്പോൾ താഴെ പോകും. ഇന്ന് സൗഖ്യമാവും, പ്രതിഭ ഇന്ന് സൗഖ്യമാവും. ഇതിലെ കൂടെ ഓടി നടക്കുന്നീയാ. നിന്റെ വീട്ടിലെ സർവമാന പണിയും നീ ചെയ്യും. 2 പിള്ളേരെയും കല്യാണം കഴിക്കും, 2 പിള്ളേരുടെയും പ്രസവം ഇവരെടുക്കും. അതിനുള്ള കാര്യങ്ങൾ ദൈവം ഒരുക്കി തരും. നിനക്ക് ദൈവം ആരോഗ്യം തരും. ആദ്യമായിട്ട് വന്നിരുന്നില്ലേ, കർത്താവ് ഇന്ന് തൊടുക. കർത്താവ് എന്നോട് പറയുക, നീ മാൻപേടെ പോലെ ഓടി നടക്കും. അതിനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് സ്തോത്രം ചെയ്ത് 2 ചുവട് നടന്നു കഴിയുമ്പോ തളർന്നു പോകുന്നയാള് ഇന്ന് രാവിലെ യേശു സൗഖ്യമാക്കാൻ പോവാ. ഇവിടെ കുടുംബത്തിനകത്ത് കുരുക്കി കെട്ടിയ എല്ലാ കെട്ടും മാറിപ്പോകയാ. നമ്മളിപ്പോ ഓടാൻ പോവാ, നാളെ ഒന്നുമല്ല, ഇന്ന് ഓടാൻ പോവാ. കുഴപ്പമില്ലല്ലോ, ഇല്ല, യേശു സൗഖ്യമാക്കാൻ പോവാ. വിശ്വാസമില്ലേ? സൗഖ്യമാക്കാൻ പോവാ എന്നല്ല, സൗഖ്യമാക്കിയതാ. ഞാൻ പ്രവചനമൊക്കെ നിർത്തി കയറിപ്പോയതാ. കർത്താവ് എന്നോട് പറഞ്ഞു നിന്നെ വിളിക്കാൻ, എന്നിട്ട് പറഞ്ഞു നിന്നെ ഓടിക്കാൻ പറഞ്ഞു. ഇന്ന് കേട്ട വചനം തൽക്ഷണം നടന്ന, തൽക്ഷണം അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് എന്നോട് വാ. എല്ലാരും കൂടെ കൈയടിച്ച് യേശുവേ ഓടിയേക്കാം. ഇനി യേശുവിന് വേണ്ടി ജീവിച്ചോണം.